1921-56 കാലയളവിൽ മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അസംബ്ലിയിലെ മലബാർ മേഖലയെ പ്രതിനിധാനം ചെയ്തിരുന്ന അംഗങ്ങളുടെ പ്രസംഗങ്ങളും ഇടപാടുകളും ഡിജിറ്റൽ രേഖയുടെ ഭാഗമാക്കണമെന്നാവശ്യപ്പെട്ട് കെ.പി. നൗഷാദ് അലി എം.എൽ.എ. മുഖ്യമന്ത്രി വി.ഡി. സതീശന് നിവേദനം നൽകി. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരുവിതാംകൂർ കൊച്ചി നിയമനിർമ്മാണ സഭകളുടെ തുടക്കം മുതലുള്ള പ്രൊസീഡിംഗ്സ് ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ നിയമസഭ.org എന്ന വെബ്സൈറ്റിൽ ലഭ്യവുമാണ്. ഇത് നമ്മുടെ നിയമസഭ നടത്തിയ വളരെ ശ്ലാഘനീയമായ ഉദ്യമമാണ്. ചരിത്ര ഗവേഷകർക്ക് വിരൽത്തുമ്പിൽ വിലപ്പെട്ട വിവരങ്ങൾ കിട്ടുന്ന അമൂല്യ നിധിയാണിത്. അതേസമയം സംഭവബഹുലമായ 1921-56 കാലഘട്ടത്തിൽ മലബാർ ഭാഗത്തെ പ്രതിനിധീകരിച്ച് മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിലും അസംബ്ലിയിലും അംഗങ്ങളായിരുന്ന പ്രഗത്ഭരായ സാമാജികർ നടത്തിയ പ്രസംഗങ്ങളും സഭയിലെ ഇടപെടലുകളും ഡിജിറ്റൽ രൂപത്തിൽ നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമല്ല എന്ന കുറവ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. മലബാർ കലാപം, ജന്മി കുടിയാൻ ബന്ധപരിഷ്കരണം സംബന്ധിച്ച നിയമനിർമ്മാണങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധവും കോൺഗ്രസ് മന്ത്രിസഭകളുടെ രാജിയും, വിവിധ ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരങ്ങളോടുള്ള ഇന്ത്യൻ ദേശീയതയുടെ നിലപാടുകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്നിങ്ങനെ എണ്ണമറ്റ ചരിത്ര മുഹൂർത്തങ്ങളടങ്ങിയ കാലഘട്ടമാണിത്. ഈ കാലയളവിലെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്നത്തെ മലബാർ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന സാമാജികരുടെ പ്രസംഗങ്ങളും ഇടപെടലുകളും നിയമസഭാ വെബ്സൈറ്റിൽ വരേണ്ടത് അനിവാര്യമാണ്. 1921-56 കാലയളവിൽ അന്നത്തെ മലബാർ പ്രദേശത്തു നിന്നും മദിരാശി അസംബ്ലിയിൽ അംഗമായവരിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ, EMS, MV കുട്ടിമാളുവമ്മ, MP ഗോവിന്ദമേനോൻ, അഡ്വക്കേറ്റ് MB പോക്കർ, VR കൃഷ്ണയ്യർ തുടങ്ങി നിരവധി മഹാരഥന്മാരുണ്ട്. പിന്നീട് പൊതുരംഗത്ത് നേതൃനിരയിൽ വരാതെ പോയവരുമുണ്ട്. ഇവരുടെയെല്ലാം പ്രസംഗങ്ങളും മറ്റ് ഇടപെടലുകളും ഡിജിറ്റലൈസ് ചെയ്ത് നമ്മുടെ നിയമസഭാ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സത്വരമായി കൈക്കൊള്ളണം. നിയമസഭാ വെബ്സൈറ്റിലെ നിലവിലെ വിജ്ഞാന നിധി പൂർണ്ണമാകണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. തമിഴ്നാട് നിയമസഭയുടെ സ്പീക്കറുമായും സർക്കാരുമായും ബന്ധപ്പെട്ട് 1921-56 കാലത്ത് മലബാറിനെ പ്രതിനിധീകരിച്ച അംഗങ്ങളുടെ പ്രസംഗങ്ങളും മറ്റ് ഇടപെടലുകളും ഡിജിറ്റൽ രൂപത്തിലാക്കി നിയമസഭയുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.